നടക്ക് പിള്ളേരെ, നടക്ക്. അമ്മേ വേണ്ട അമ്മേ, ഞങ്ങക്ക് ബാഗും ബുക്കും കൂടെ ഒക്കെ മേടിക്കണം. വേണ്ട, നിങ്ങൾക്ക് ബുക്കും ബാഗും ഒന്നും വേണ്ട. കടയിൽ വന്ന് അടി ഉണ്ടാക്കാനല്ലേ നിങ്ങൾക്ക് ഒരു ബുക്കും ബാഗും ഇല്ല. എന്താ അമ്മേ ഇത്? അമ്മേ, എല്ലാവർക്കും പുതിയ ബാഗൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് മാത്രം മേടിച്ചിടാതെ പോവാണോ? എല്ലാവരും ഇങ്ങനെ വഴക്കിടോ? നിങ്ങൾക്ക് വഴക്കിടല് കുറച്ച് കൂടുതലാ. നിങ്ങൾക്കൊരു പാഠമായത്. ആന്റി പോറു, നിന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏട്ടൻ നിങ്ങൾ വരട്ടെ, 3-നെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. നിങ്ങൾ ആരും സ്കൂളിലേക്ക് പോയി ബാഗ് കൊണ്ട് പോണ്ട. ഇതേ ഞാൻ തീരുമാനിച്ചതാ. നടക്കങ്ങോട്ട്. പാത്തുവിനെ കുമാരേട്ടന്റെ ഓട്ടോറിക്ഷയില് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പാത്തു. ഇനി അവരുടെ കണ്ണിലൊന്നും പെടാൻ നിൽക്കണ്ട. പിന്നെ അവർ വാങ്ങിയത് കണ്ട് കണ്ണു മഞ്ഞളിക്കും. അവര് സ്നേഹമുള്ള കുട്ടികളാ. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് തരും. അതൊക്കെ അവർ ചെയ്തിന്ന് വരും. നടക്കങ്ങോട്ട് വേ. നിങ്ങൾക്കല്ലേ സാഹോദര്യ സ്നേഹമില്ലാത്തത്? അമ്മ ഞങ്ങൾ വഴക്കെടുക്കുന്നുണ്ടെന്ന് കരുതി സ്നേഹമില്ലെന്നാണ് അമ്മ പറയുന്നത്. അതൊരു സത്യമല്ലേ ചേച്ചി? നീ എന്താടി എഴുതിയിട്ട് എണ്ണ ഒഴിക്കുക? നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ എനിക്ക് പണ്ടേ പറ്റത്തില്ല. കണ്ട ഇപ്പോഴും രണ്ട് വഴക്കാ. ഇത്രയും പറയുന്നതൊക്കെ ആരാടാ? അതിനെന്തിനാ എനിക്ക് മേടിച്ചരാതിരിക്കുന്നേ? അവർ തമ്മിലുള്ള വഴക്ക് എനിക്കറിയാം. അടുത്ത വഴക്ക് പാറുമോളോ അനും കൂടി അയക്കാരം. ഓ പാറുമോള്, ഞാൻ വരും അനു അല്ലേ? അതേടി, നിന്നെക്കാളും നന്ന് പാറു. അവളെ നിന്റെ പോലെ വഴക്കാലല്ല, പാവാ. ഓ ഞാൻ പണ്ട് എല്ലാവർക്കും വലിയ കുറ്റക്കാരിയാണല്ലോ. ഇവർക്കെല്ലാവർക്കും ഇഷ്ടം പാറുവല്ലേ? അതിപ്പോ എല്ലാവർക്കും അങ്ങനെയാ. എന്നെ ആർക്കും ഇഷ്ടമില്ല. എല്ലാവർക്കും പാറുന്ന് മതി. പാറു അത് ചെയ്തു, പാറു ഇത് ചെയ്തു. എനിക്കൊന്നുമില്ല, എനിക്കൊരു റോളും ഇല്ല. എല്ലാവർക്കും പാറു പാറു പാറു. ഞാൻ എന്താ അമ്മേ പോകയോ? നിന്നെ പോലെ അല്ലേടി പാറു. പാറു പാവ. അവളെ നിന്നെക്കാൾ നല്ല കുട്ടിയാ. നീയാ വടക്ക്. അമ്മ ഇനി ഞങ്ങൾ വഴക്കടിക്കില്ല. ഞങ്ങൾക്ക് ബാഗും ബുക്കും വാങ്ങിത്ത പ്ലീസ്. അമ്മയുടെ കയ്യും കാലും ഞാൻ പിടിക്കാം പ്ലീസ്. ഇല്ല, ഇതുപോലെയല്ല നിങ്ങൾ വഴക്കടിച്ചപ്പോ ഞാൻ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ കേട്ടോ? 24 മണിക്കൂർ വഴക്കാ, വഴക്ക്. അതിലൂടെ പോകാൻ പറ്റില്ല, ഇതിലൂടെ വരൂ. ഓ ഓക്കെ. ഹായ് ഉസ്മാനെ. ആടി എന്തിയെ? എനിക്ക് ബാഗും ബുക്കൊന്നും കിട്ടിയിട്ടില്ല. പാത്തുവിന് മാത്രം കിട്ടിയിട്ടുള്ളൂ. നമ്മളിപ്പോ വരാത്ത ഓട്ടോറിക്ഷ തലയേറ്റ് നമ്മൾ ചവിട്ടി പറത്താക്കി ഓക്കാടി എല്ലാം കിട്ടിയത്. നമുക്ക് ആർക്കും ഒന്നും കിട്ടിയില്ല. അല്ല നീലോ, കുട്ടിയൊക്കെ എന്തെങ്കിലും മേടിച്ചു കൊടുത്താ? വേണ്ട കുഞ്ഞുമുത്ത, ഇവരിങ്ങനെ വളം വെച്ച് കൊടുത്താൽ ശരിയാവില്ല. ഒരു കൊല്ലം അങ്ങ് പഴയതിട്ട് പോട്ടെ, അപ്പൊ മനസ്സിലാവും. ഇവർക്ക് എല്ലാം ഒരു വാശിയാ. അത് വേണമെന്ന് വാശി പിടിച്ചത് കൊടുത്തില്ലെങ്കിലേ എന്താ വാശി എന്നാ? ഇപ്രാവശ്യത്തേക്ക് ഇവർക്ക് പുതിയ ബാഗുമില്ല, പുതിയ ബുക്കുമില്ല. ഇവർക്കൊക്കെ പുതിയ ബാഗും ബുക്കൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് നമുക്കാവട്ടെ. നമുക്ക് ഒരക്ഷരം പഠിക്കത്തുമില്ല. നമ്മൾ വെറുതെ ബാഗും ബുക്കൊക്കെ മേടിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? വെറുതെ പൈസ പോകുന്നത് മാത്രം മെച്ചം. കുട്ടികളെ അടക്കി കുഞ്ഞുമുത്ത മേടിച്ചു തരാം. വേണ്ട കുഞ്ഞുമുത്ത, നിങ്ങൾ പറയുന്നത് കേക്കി. ഇപ്പൊ തന്നെ ഇവരൊക്കെ ഞാൻ പെരെ കൊണ്ട് പൂട്ടിടാൻ പോവാ. ഇവര് ഇനി 2 ദിവസത്തിന് കളിക്കാൻ ഇറങ്ങണ്ട. എന്തൊക്കെയാണ് ഒരു ഷോപ്പിൽ വന്ന് ചെയ്യണമെന്നറിയോ? അതിന് ഉസ്മാന് കുറവില്ലുണ്ട് നീലോ. ഇപ്പൊ വഴക്കുണ്ടാക്ക ബിടിഎസിന്റെ ബാഗ് വേണം 2000 രൂപ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ബിടിഎസിന്റെ ബാഗോ? എനിക്ക് വേണ്ട ആന്റി. എനിക്ക് ബിടിഎസിന്റെ ബാഗ് ഒത്തിരി ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് 3 പേർക്കും ഇനി ബാഗും ഇല്ല, ബുക്കും ഇല്ല, കൊടയില്ല, ഒന്നുമില്ല. ഈ ഒരു കൊല്ലം നിങ്ങളെ ബാഗും ബുക്കും ഒന്നും ഇല്ലാതെ അങ്ങ് സ്കൂളിൽ പോ. ഞാനത് കാണട്ടെ സ്കൂളിൽ പോകാൻ പറ്റൂല്ല എന്നൊക്കെ. അത് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. കുഞ്ഞുമുത്ത എന്തെങ്കിലും ഒരു പടി പറഞ്ഞതാ. ഓളെ കളി ആൾക്കാൻ എനിക്കറിയില്ല. ഓളെ ഞാൻ കണ്ടത് മുതൽക്ക് ഓള് ഭയങ്കര കൽപ്പത്തിയാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ടൊക്കെ കൽപ്പിടിച്ച കളി മാറാൻ കുറച്ച് പണിയാണ് കേട്ടോ. ഓ കൊളമ്മാന്റെ അതേ സ്വഭാവമാണ് ഓളെ സ്വഭാവം. നമുക്കൊക്കെ അറിയണതല്ലേ. എന്തിനാ വെറുതെ നീണ് വെറുപ്പിക്കാൻ നിന്നേ? അത് നല്ലപോലെ വന്നത് ഇന്നലെ കെട്ടിയൊരുക്കാൻ നിങ്ങൾക്ക് മാണ്ടിക്ക്. അത് നിങ്ങൾ എല്ലാവർക്കും ഒരു മേടിച്ചു തരുന്ന വെറുതെ. എല്ലാവരെയും സ്നേഹത്തോടെ സ്നേഹിക്കുന്ന വെറുതെ. എല്ലാവർക്കും ഒരു സ്വഭാവ. എനിക്കല്ലല്ലോ, നിനക്കറിയാം. നിനക്ക് ബിടിഎസ് ബാഗ് കിട്ടില്ലെന്ന്. അപ്പൊ നീ ഉള്ള സമ്മതിച്ചു. നീയും കണക്ക് തന്നെയാ. എന്തിനും നിങ്ങൾ ഇങ്ങനെ ഞങ്ങളെ കുറ്റം പറയുന്നേ? ഞങ്ങൾ കുട്ടികളെന്ന് കരുതി ഞങ്ങൾ അത്ര വലിയ ക്രൂരന്മാരൊന്നും അല്ലേ? നിങ്ങൾ ഏത് ക്രൂരന്മാരല്ലെങ്കിലും നിങ്ങൾക്ക് എന്താ ഇവിടുന്ന് ബാഗ് കിട്ടൂല. ഉസ്മാൻ ഇവിടുന്ന് ബാഗ് കിട്ടാൻ പോണെങ്കിൽ ഉസ്മാനെ ഇവർക്ക് ഇവിടുന്ന് ഒരിക്കലും ബാഗ് കൊടുക്കരുത്. ഓനാണ് സാധനാണ്. എത്ര നേരം ഞാൻ ഇവിടെ കരുതി ഇങ്ങനെ മോങ്ങണ്. ഇപ്പൊ ഒരു ബിടിഎസിന്റെ ബാഗ് മേടിച്ചു കേക്കണേ. ഒരു 2 പൂജക്ക് എടുത്തല്ലേ ഈ 2000 എന്ന് പറഞ്ഞത്. അതങ്ങനെ വാങ്ങി കൊടുക്കല്ലോ, വാങ്ങി പേടി. അങ്ങനെയാണല്ലേ ഇപ്പത്തെ ബാഗ് മിക്ക് കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ച് കുറച്ച് തുന്നി ചേർത്ത് നല്ല ബാഗ് ആക്കിയാലേ ഇനിയും കൊണ്ടുപോകും. ആഹാ അന്തസ്. അങ്ങനെ പറ്റൂല. പൂജ കൂട്ടാനും വലിയ പണിയൊന്നുമില്ല. തുന്നണേയും വെച്ചിട്ടെല്ലാം ഇടുങ്ങാറല്ലേ. എനിക്ക് എന്റെ കജ്ജിനും കാലിനും ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ കജ്ജും കാലിട്ട് നല്ല പോലെ എന്റെ പഴയ ബാഗിന്റെ കജ്ജൊക്കെ തുന്നി തരാം. ഇത് അതിട്ട് സ്കൂൾക്ക് പോയിക്കോ. ആനക്കൊക്കെ പുതിയ ബാഗ് മേടിച്ചു തരാൻ വന്ന ഇന്ന വേണം തല്ലാന്. നിങ്ങൾ പോയാ മതിയായിരുന്നു. ഇതിപ്പോ പെണ്ണിനോട് ബാഗൊക്കെ കാണിച്ചു തരാനും പറഞ്ഞ് ആകെ നാണം കെട്ട്. ഇനിയിപ്പോ ഇവിടുന്ന് ബാഗ് എടുക്കാതെ പോയാൽ നാണം കെടും. അതുകൊണ്ടാണ്
ഏതൊരു ബാഗ് എടുക്കണേ? ഞങ്ങൾക്ക് ബാഗ് നമുക്ക് വാങ്ങാനുള്ള എന്തേലും വഴി കുഞ്ഞുമത്തെ പറഞ്ഞു താ, ഞങ്ങൾക്ക് എപ്പോ കിട്ടും. എന്താ ഇങ്ങോട്ട് വാടി. അമ്മ എവിടെ എത്തി? ഞാൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. ഓട്ടോ വന്ന് കാത്തു നിൽക്കുന്നു. ഇതാ വരണു. നീലു കട്ട കൽപ്പിലാലാ. എങ്ങനെ കൽപ്പാവാതിരിക്കും? ഇതുപോലെ ഓരോന്നല്ലേ. ഇവർക്കൊന്ന് ബുക്കും പുസ്തകം ഒന്നും മേടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. ഒന്ന് പഠിക്കത്തില്ലല്ലോ, വെറുതെയാ മേടിച്ചു കൊടുക്കുന്നതൊക്കെ. എന്നിട്ട് എത്ര BTS ബാഗ്? നീ എന്താണ് സ്കൂളിലേക്ക് BTS കാണാൻ പോവാ? അവിടെ BTS പാട്ട് മേലെ വെക്കണ്ട. നീ അത് കാണാൻ പോവാ? സ്കൂളിൽ BTS കോൺസെർട്ട് എടുക്കണ്ട. എന്താ അവിടെ അവിടെ മേള നടക്കുന്നുണ്ടാ? ശാസ്ത്രമേള നടക്കുന്നുണ്ടാ? എന്താണ് അവിടെ പഠിച്ചാലല്ലേ പോകുന്നേ? ഇന്നാലും കുട്ടികളുടെ സ്റ്റൈലാക്കാൻ എനിക്ക് BTS ബാഗ് വാടാൻ പറ്റിയ. BTS ബാഗ് ഇട്ട് ഞാൻ വലിയ പൈസക്കാരാന്ന് വിചാരിച്ചോളൂ. BTS അടുത്ത ബുദ്ധുകളൊക്കെ വിചാരിച്ചോളൂ. അയ്യേ പൊട്ടങ്ങാക്കൊന്നും ബുദ്ധിയില്ല. കാക്കോ, BTS ബാഗിന് വില 2000 ഉള്ളൂ. അങ്ങനെ BTS കുടുംബക്കാരൊക്കെ ആവാ. BTS ബാഗ് എല്ലാ കടയിലും കിട്ടും. അതെങ്ങനെ കുട്ടിയാ BTS കുടുംബക്കാർക്ക് കിട്ടുന്ന ബാഗാവാ? എന്തായാലും ആണ്ടിലേക്ക് BTS ബാഗ് വളരെ ചോർക്കാണത് കാണാനായിട്ട്. നിനക്ക് BTS ബാഗ് ഞാൻ വാങ്ങി തരില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു?